ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ജിൻഡോ എന്നെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ റിയൽ ഗെയിം ചേഞ്ചർ ഓഫ് സീസൺ 6. കാരണം ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് കയറിയതിന് ശേഷം അതുപോലെ തന്നെ അതായത് മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ വരാറുണ്ട്. പക്ഷേ തീർച്ചയായും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം വീണ്ടും ഇന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വടംവലി ടാസ്കിലൂടെ. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ പവർ ടീമിൻ്റെ കൂടെ ചേർന്നിരുന്ന് കളിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു വേറിട്ട് ചിന്തിച്ച് അദ്ദേഹത്തിന് മറ്റ് ടീംമേറ്റ്സുകൾ പവർ ടീമിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം വേറിട്ട് ചിന്തിച്ച് അദ്ദേഹം നമ്മളെ പൂജ മുടിയൻ ഉള്ള ടീമിലേക്ക്, ജാൻമണിയൊക്കെ ഉള്ള ടീമിലേക്ക് അദ്ദേഹം അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6 കണ്ടത്. സോ തീർച്ചയായും ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്നത് മനസ്സിലാക്കി. അതിൽ യാതൊരു ഡൗട്ടുമില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ, അതായത് ബിഗ് ബോസ് സീസണിൻ്റെ തുടക്കം മുതൽ ഇന്നത്തെ ദിവസം വരെ, അതായത് ചില സമയങ്ങളിൽ അദ്ദേഹം ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരേ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചില സംസാര രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ തീർച്ചയായും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് അദ്ദേഹം. കാരണം വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതോടെ തന്നെ പല അതായത് തുടക്കത്തിൽ വന്ന കണ്ടസ്റ്റൻസും അടങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ പിന്തള്ളി ഇപ്പോഴും മുൻപോട്ട്, അതായത് ടോപ്പ് 5 എന്നൊരു സ്ഥാനത്തേക്ക് എല്ലാ രീതിയിലും അർഹതപ്പെട്ട ഒരു പെർഫോമൻസ് തന്നെയാണ് ജിൻഡോയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. എന്തായാലും ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് പല വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് ചിലരെ കുറിച്ച് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ തീർച്ചയായും നല്ലൊരു ഗെയിമർ തന്നെയാണ് അദ്ദേഹം. തീർച്ചയായും ടോപ്പ് 5ലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹത്തിന് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നതിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്